ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ മൂന്നാമത്തെ ലാലേട്ടന്റെ പ്രമോ എത്തിയിരിക്കുന്നു. ബിഗ് ബോസ് അടിമുടി ഒരു മാറ്റത്തിന് വിധേയമാകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന സന്ദേശവുമായിട്ടാണ് പുതിയ ബിഗ് ബോസ് സീസൺ 6-ന്റെ ലാലേട്ടൻ പ്രമോ എത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ ബിഗ് ബോസിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രമോയല്ല എത്തിയത്. എന്നിരുന്നാലും ബിഗ് ബോസിന്റെ കാതലായ ഒരു മാറ്റത്തെ വളരെ കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കുന്ന ഒരു പ്രമോ തന്നെയാണ്. ഈ പ്രമോയിൽ ബിഗ് ബോസ് ടീം ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, പ്രമോയിലൂടെ എന്തൊക്കെയാണ് ബിഗ് ബോസ് ടീം പ്രേക്ഷകരോട് സംവദിക്കുന്നത് എന്ന് ചർച്ച ചെയ്താലോ. പ്രമോ തുടങ്ങുന്നത് തന്നെ ലാലേട്ടനുമായി ഫോൺ സംഭാഷണത്തിലാണ്. ലാലേട്ടന്റെ ഡേറ്റ് ബുക്ക് ചെയ്ത് കോൺട്രാക്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഡേറ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഇത്തവണ ഡിഫറൻ്റായി ഒരു അപ്രോച്ച് സ്വീകരിക്കാമോ എന്ന് മേക്കേഴ്സ് ലാലേട്ടനോട് ചോദിക്കുന്നു. ഞാൻ സംസാരിക്കാനിരിക്കുകയായിരുന്നു എന്ന് ലാലേട്ടനും തിരികെ പറയുന്നു. നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നാണ് ലാലേട്ടന്റെ പക്ഷം. പ്രമോയിൽ ആദ്യം എത്തുന്നത് നാട്യമയൂരി മാളു എന്ന ഒരു നർത്തകിയാണ്. അവരുടെ അരങ്ങേറ്റത്തിനായി എല്ലാം പഠിച്ച് റെഡിയായി എത്തുന്ന നാട്യമയൂരി മാളു എല്ലാ ചുവടുകളും പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ലാലേട്ടന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അരങ്ങേറ്റത്തിനായി എത്തുന്നു. പക്ഷേ അവിടെ മാളുവിനെ കാത്തിരിക്കുന്നത് അരങ്ങേറ്റത്തിനുള്ള ഒരു വേദിയല്ല, പകരം ഒരു കോടതിയിൽ കേസ് വാദിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. ആ കോടതിയിലാകട്ടെ ജഡ്ജിയായിട്ടുള്ളത് ലാലേട്ടനാണ്. ഈ സാഹചര്യത്തിൽ ലാലേട്ടനോട് ലാലേട്ട എന്ന് വിളിച്ച് മാളു സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നോ കോൾ മീ യുവർ ഓണർ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അതായത് അവിടുത്തെ അവസരത്തിന് ഒത്ത രീതിയിൽ മാത്രം സംസാരിക്കുക, അല്ലാത്ത മറ്റൊരു എക്സ്ക്യൂസുകളും പറയാൻ എത്തേണ്ട എന്ന് ശക്തമായി പറയുന്ന ലാലേട്ടൻ തൊട്ടടുത്ത് ഒരു DJ പാർട്ടിയിൽ കലിപ്പുണ്ടാക്കുന്ന കലിപ്പേട്ടായി സുമേഷ്, അദ്ദേഹത്തെ കണ്ട് ലാലേട്ടൻ അദ്ദേഹത്തെ പിടിച്ച ഒരു കച്ചേരി സദസ്സിൽ കൊണ്ടുവന്നിരുത്തുന്നു. കച്ചേരിയിൽ വാദ്യോപകരണങ്ങൾ വായിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. ഇതെനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറയുമ്പോൾ വാദ്യോപകരണം കയ്യിൽ കൊടുത്ത് തുടങ്ങിക്കോളാൻ പറയുന്നു. അതേസമയം ലാലേട്ടൻ ആത്മഗതമായി പറയുന്നു ഇനി പലതും പഠിക്കേണ്ടി വരുമെന്ന്. അറിയുന്നത് മാത്രം ചെയ്യുക എന്നതിൽ നിന്നും അതിജീവനത്തിന് വേണ്ടി എന്തും പഠിക്കേണ്ട ഒരു നിലയിലേക്ക് ബിഗ് ബോസ് ഈ സീസൺ മാറുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടുത്തത് കളരി അഭ്യാസത്തിൽ തന്റെ അടവുകൾ പയറ്റുന്ന കളരി ഗുരുക്കൾ കൈലാസാണ്. കായികാഭ്യാസം കൊണ്ട് ശക്തി കൊണ്ട് കളിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചിരുത്തി ചെസ് കളിപ്പിച്ച് ബുദ്ധി കൊണ്ട് കളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലാലേട്ടൻ. ചെസ്സിൽ ലാലേട്ടന്റെ മൂവ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഇനി നിങ്ങളുടെ ടേൺ ആണ്, നിങ്ങൾ മൂവ് ചെയ്യൂ എന്ന് പറഞ്ഞ് ചെസ്സിലേക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ചെത്തിക്കുന്നു. അതായത് അപ്രതീക്ഷിതമായതെന്തും മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്ന ശക്തമായ സന്ദേശം ഈ പ്രമോയിലൂടെ ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം കളി മാറുകയാണ്, അല്ല മാറ്റുകയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നു. കാരണം മാറ്റിപ്പിടിക്കുമ്പോഴല്ലേ കാണാൻ രസം എന്നാണ് ബിഗ് ബോസിന്റെ ചോദ്യവും. അപ്പോൾ ഈ സീസണിൽ ഇതുവരെയുണ്ടായിരുന്ന കഴിഞ്ഞ 5 സീസണുകളിൽ നിന്നും കളി മാറ്റിപ്പിടിക്കുമോ? ബിഗ് ബോസ് കാണാൻ രസമുള്ളതായി മാറുമോ? എന്തൊക്കെയായിരിക്കും ബിഗ് ബോസിന്റെ മേക്കേഴ്സ് കൊണ്ടുവരിക? അതേസമയം ബിഗ് ബോസിൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ എന്താണ് ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒപ്പം ബിഗ് ബോസ് വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.